ഇടി കിട്ടി കേട്ടോ എപ്പോഴെങ്കിലും. നല്ല ഇടി കിട്ടി, നല്ല കിട്ടി, നല്ലോണം കിട്ടി. ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് PR-ന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതാണെന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. ചേട്ടാ ഇപ്പൊ മലയാളത്തില് നായാട്ട്, ജനഗണമന, ഇപ്പൊ ഉയിരിലൊക്കെ അഭിനയിച്ചു. ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സെറ്റ് എന്ന് പറയാൻ പറ്റിയത് അല്ലെങ്കിൽ എല്ലാവരും നല്ലവരാണ്, പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇവരിയ്ക്കുന്നോണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് അങ്ങനെയല്ല, ഞങ്ങൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ കാലത്ത് എണീച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ നിങ്ങൾ ആവശ്യം പർട്ടിക്കുലർ ഒരു ലൊക്കേഷൻ, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾ എവിടെയാ ഏത് ലൊക്കേഷനെ എവിടെയാ പോകുന്നതെന്ന് ഒട്ടും അറിയത്തില്ല. സോ അതുവേ ഒരു പ്ലഷറാണ്. സോ അതുകൊണ്ട് കംഫർട്ട് ഉണ്ടാവും, ഇല്ലാതിരിക്കും. സോ അതെല്ലാം ആർട്ടിസ്റ്റിന്റെ ഒരു പാർട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റിയും ആൻഡ് അത് അവരുടെ ഒരു ചുമതലയാണ്. സോ അതുകൊണ്ട് കംഫർട്ടബിൾ അങ്ങനെയെന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. അത്രേ ഉള്ളൂ, അത്ര. ഇപ്പൊ ഞാൻ രനവാലി ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് അത് അവിടെ, കർണൂല്, അനന്തപൂർ എന്ന് പറഞ്ഞ ദിവസം. സോ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ കുറച്ചെങ്കിലും ഒരു ചിൽനെസ് ഉണ്ടാവും. സോ ഇവിടെയും വെയിലാണ്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ആന്ധ്ര എല്ലാം പറഞ്ഞു ഭയങ്കര വെയിലാണ്. അത് കംഫർട്ട് സോൺ എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ഒരു മൂവിക്ക് വിളിക്കുന്നത് തന്നെ അത് ഭയങ്കര ഹാപ്പിയായ ഒരു കാര്യമാണ്. ഇതിലെന്താ കംഫർട്ടബിൾ, അത് നമ്മൾ കംഫർട്ടബിൾ ആക്കി മാറ്റും, അത്രേ ഉള്ളൂ. വേറെ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ. വിനോദ് സാറോട് ഞാൻ ആദ്യം ചെയ്യുന്ന പടം, അപ്പൊ ഐ ഹം സീനുമാണ് എനി അതർ സെറ്റ്. പക്ഷെ ഉയരിന്റെ ഞാൻ വേറൊരു ഇന്റർവ്യൂവിലും പറഞ്ഞായിരുന്നു, ഞാൻ ഈ കഥ ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ക്യാരക്ടറാണ് ഇതിനകത്ത് വിനോദ് സാർ ചെയ്യുന്ന ക്യാരക്ടർ. അതില് ശരിക്കും ഒരു ആക്ടേഴ്സ് ഡ്രീം എന്ന് പറയുന്ന ടൈപ്പ് ഒരു സാധനമാണത്. അപ്പൊ എവറി ഡേ ഐ സോ ഹിം ഓൺ സെറ്റ്, ഐ സോ ഹിം റിയലി എൻജോയിങ് ദാറ്റ് ഇതിനകത്ത് ഇത് അത്രയും മീറ്റിയാണ്. ഇതിൽ എനിക്ക് പണിയെടുക്കാനുള്ള സാധനം ഇതിനകത്തുണ്ട്. ആൻഡ് പുള്ളി പക്ക പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ. അപ്പോൾ പപ്പേട്ടൻ വന്നിട്ട് ഇതിൽ ഇങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിച്ചു നോക്കിയാലോ എന്ന് പറയുന്നത് നേരെ അതിന്റെ ഓപ്പോസിറ്റ് എക്സ്ട്രീം ആയിരിക്കും. ബട്ട് ഹീസ് ഏബിൾ ടു ഗെറ്റ് ദെയർ ഓൾസോ ഇമോഷണലി നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ആ ബസ്സിലിരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന സീക്വൻസ്. അപ്പോൾ ബൈജുവേട്ടനും ഞാനും ഇത് സൈഡിൽ ഇരിപ്പുണ്ട്, പുള്ളി ഞങ്ങളുടെ രണ്ടുപേരും നടുക്കായിരിക്കുന്നത്. ഇത് ഇറങ്ങി പുറത്തേക്ക് പോയിട്ട് ഒരു സെക്കൻഡ് ഞാനൊന്ന് ഫോക്കസ് ചെയ്തിട്ട് തിരിച്ചു വരാം, അങ്ങനെ ഒരു ഓപ്ഷൻ പോലും ഇല്ല. ഷോട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും മാറുന്നില്ല. പപ്പേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ഒന്ന് മാറ്റി പിടിക്കണമെന്ന് തോന്നി. ഇമ്മീഡിയറ്റ്ലി ഞാനൊന്ന് പുറത്തേക്ക് തിരിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കിനും ഫുൾ പരിപാടി മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറുടെ എനർജി നമുക്ക് കൂടെ നിൽക്കുന്ന കോ ആക്ടേഴ്സിനും അത് ഫീൽ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഐ സോ ഇൻ ഹിം എവറി ഡേ ഈ സെറ്റില്. ഫൈറ്റ് ചെയ്ത ദിവസം ഒഴിച്ച്. ഈവൻ ഐ വോണ്ട് ടു ആഡ് ടു ദിസ്, ഭയങ്കരമായിട്ട് വിനോദേട്ടൻ നല്ലപോലെ, ഈവൻ എനിക്ക് ചില തമിഴ് വാക്കുകളൊക്കെ കിട്ടാതെ ഹി റിയലി ഹെൽപ്ഡ് മീ ഔട്ട്. എന്ന് വെച്ചാൽ വേറെ ഷോട്ട് നടക്കുന്ന സമയത്ത് എന്നെ ഇവിടെ ശ്രുതി വാ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അത് മാത്രമല്ല, ഈവൻ സീനില് there's a lot of ഭയങ്കര ജനറോസിറ്റിയാണ്. നമ്മൾ ആക്ട് നല്ലപോലെ കൊടുക്കുന്ന സമയത്ത് നമുക്കത് റിസീവ് ചെയ്തിട്ട് ഇറ്റ്സ് ലൈക്ക് ടെന്നീസ് കളിക്കുന്ന പോലെയാണ്. ഭയങ്കര രസമാണ് അത്. ഇറ്റ്സ് എ വിൻ-വിൻ സിറ്റുവേഷൻ. There have been times when ആക്ടേഴ്സ് പറയും, ഓ ഞാൻ അത്ര കൊടുക്കില്ല എന്ന് പറയുന്ന ആക്ടേഴ്സും ഉണ്ട്. പക്ഷെ വിനോദേട്ടൻ ഇസ് ലൈക്ക് എ വെരി വണ്ടർഫുൾ ആക്ടർ. പിന്നെ റോഷനും എന്റെ അത്ര കോമ്പിനേഷൻസ് അത്രയല്ല, നമുക്കില്ല ആക്ച്വലി കോമ്പിനേഷൻസ്. ആ ഒരു ഷോട്ട് ഉണ്ട്, ആ ഒരു ഭയങ്കര സ്പെഷ്യൽ ആ ഷോട്ട് ഉണ്ട്. കഥ പറഞ്ഞതെന്ന് അത് ഞങ്ങൾ പറയില്ല. അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഷൂട്ടായിരുന്നു. പിന്നീട് എപ്പോഴും നമ്മൾ സംസാരിക്കുകയാണ്. ഇടി കിട്ടി കേട്ടോ എപ്പോഴെങ്കിലും. നല്ല ഇടി കിട്ടി, നല്ല കിട്ടി, നല്ലോണം കിട്ടി. വളരെ റിയലിസ്റ്റിക് ആയിരുന്നു ആ കാര്യം. അയ്യോ ഒരെണ്ണം പോലും മിസ്സാക്കാതെ ഞാൻ നേരിട്ട് നിന്ന് മേടിച്ചു അല്ലേ. തവസി മാസ്റ്ററാണ് ഇത് ഫൈറ്റ് തമിഴിലിരുന്നാന്ന് വന്ന നന്നായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കമ്പോസ് ചെയ്തായിരുന്നു. ഒരു സ്റ്റേജ് പ്രോഗ്രാമിലാന്ന് തോന്നുന്നു എന്റെ പടങ്ങളൊക്കെ OTT-യിലാണ് ഹിറ്റാവുന്നത് അല്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കുന്നത് കോമഡി ആയിട്ട് ഒരു റോഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം ആളുകൾ നല്ല സിനിമകളാണ്, നല്ല സിനിമകളുടെ ഭാഗമാണ് ആകുന്നത്, പക്ഷെ ഇത് തിയേറ്ററിലെ ആളുകൾ കാണാതെ പോകുകയും OTT വരുമ്പോൾ വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? പിന്നെ തോന്നിയിട്ടുണ്ട്. അതിപ്പോ സ്വാഭാവികമായിട്ടും ആർക്കായാലും, ഇപ്പൊ നേരത്തെ സ്പായുടെ കാര്യത്തില് ശ്രുതിയും പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും തോന്നും ആണോ അത്ര ഇഷ്ടപ്പെട്ടു എങ്കിൽ പിന്നെ എന്താ തിയേറ്ററിൽ പോകാൻ. നമുക്ക് നമ്മൾ ചോദിക്കൂല ആരോടും. കമന്റുകളൊക്കെ വരാറുണ്ട്, ഭയങ്കര ട്രോളൊക്കെ ചില സിനിമകളിൽ നല്ല ട്രോളുകളൊക്കെ ആക്കി ഇടുമ്പോ അതിനിടയിൽ തിയേറ്ററിൽ എല്ലാരും വന്ന് കണ്ടിട്ട് കൈയടിക്കുന്ന. നമ്മളൊക്കെ അങ്ങനെ സിനിമ കണ്ടു വളർന്നവരാണ്.
തിയേറ്ററിലുള്ള ഒരു മാജിക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കൊരു നഷ്ടബോധം പോലൊക്കെ തോന്നും, അയ്യോ അത് നല്ല സിനിമ ആയിരുന്നല്ലോ, ലൈക്ക് അതെന്താ അതിന്റെ ഫെയർ ഷോട്ട് കിട്ടാഞ്ഞ് എന്നൊക്കെ. പക്ഷെ ഈ പറയുന്ന എനിക്ക് ആക്ച്വലി ഈ പ്രോഗ്രാം ഏതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ഓർത്ത് വിഷമിച്ചിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അത് അത്ര വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മുമ്പോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നൗ ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഓരോ പടത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ജേർണി ഉണ്ടാവും. ഇഫ് ഇറ്റ്സ് മെന്റ് ടു ഫൈൻഡ് ആൻ ഓഡിയൻസ്, അത് എന്തെങ്കിലും അത് ഇത് ഹിസ്റ്ററിയിലുണ്ടല്ലോ. ഒരു സിനിമ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയും മാഞ്ഞു പോകുന്നില്ല. എന്നാണെങ്കിലും നമ്മൾ തന്നെ ഇപ്പോഴത്തെ എന്തോരം പഴയ സിനിമകൾ റീവിസിറ്റ് ചെയ്യുന്നുണ്ട്. പഴയ വലിയ വലിയ ക്ലാസിക്കുകൾ നമ്മൾ കാണാതെ പോയ എത്രയോ സിനിമകൾ ലോകത്തുണ്ട്. അപ്പോ അത് നമ്മുടെ നഷ്ടമാണ്, ആ സിനിമ കാണാതെ പോയിട്ടുണ്ടെന്ന്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആ സിനിമയിലേക്ക് ബാലൻ മൂവിയൊക്കെ ഇപ്പൊ തിയേറ്ററില് ആളുകൾ എനിക്ക് തോന്നുന്നു ആളുകൾ പറഞ്ഞാണെന്ന് തോന്നുന്നു കൂടുതൽ ആളുകളും പോയി കാണുന്നത്. അപ്പം ഈ പാരഡൈസ് പോലെയുള്ള മൂവിയൊക്കെ അത്യാവശ്യം നല്ല നല്ല സിനിമയാണത്. അപ്പൊ അങ്ങനെയുള്ള സിനിമകളില് തിയേറ്ററിൽ ആളുകൾ വന്ന് കാണാമായിരുന്നു എന്നുള്ളൊരു നമുക്ക് എപ്പോഴും തോന്നും. പക്ഷെ ഓരോ പടത്തിന്റെയും ജേർണി ഡിഫറെന്റ് ആണ്. പിന്നെ അതിനകത്ത് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏത് സമയത്ത് തിയേറ്ററിൽ വരുന്നു, അതിന്റെ മാർക്കറ്റിംഗ് എത്ര സ്ട്രോങ് ആയിരുന്നു, അത് ലൈക്ക് നമുക്ക് ഹൗ സക്സസ്ഫുൾ വി ഇൻ ഗെറ്റിംഗ് ദ വേർഡ് അക്രോസ്, എത്ര ലൈക്ക് അട്രാക്റ്റീവ് ആയിട്ടാണ് ഈ സിനിമയെ പാക്ക് ചെയ്യാൻ പറ്റിയത് നമുക്ക്. അതൊക്കെ ഫാക്ടേഴ്സാണ്. എല്ലാം ഒരിക്കലും സിനിമ എപ്പോഴും ഒരു കൊളാബറേറ്റീവ് മീഡിയമാണ്. അതിലൊരു വലിയ ടീമിന്റെ എഫേർട്ട് തന്നെയാണ്. അതിൽ ഒരാള് അതിന്റെ ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യേണ്ട പണി വൃത്തിക്ക് ചെയ്യാം. ബാക്കി നമുക്ക് അത് കാണാം, വിറ്റ്നസ് ചെയ്യാം, ആൻഡ് വി കൻ ഫീൽ വാട്ട് എവർ വി ഫീൽ അബൌട്ട് ഇറ്റ്. നമുക്ക് അതിൽ സന്തോഷം ഉണ്ടാവാം, സങ്കടം ഉണ്ടാവാം. അതൊക്കെ ആ സിനിമയുടെ ജേർണിയുടെ ഭാഗമാണ്. അങ്ങനെയൊക്കെ വിശ്വസിച്ചേ പറ്റൂ. ഷൈനിയത്തിനൊരു ഇന്റർവ്യൂ നമ്മുടെ റിപ്പോർട്ടർ ഫിലിംസിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു സിനിമയെ തകർക്കാൻ ഒരു സിനിമയെ വിജയിപ്പിക്കാൻ, ഒരു വ്യക്തിയെ തകർക്കാൻ ഒരു വ്യക്തിയെ വിജയിപ്പിക്കാൻ, നടനോ നടി ആരാണെങ്കിലും PR വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ റോഷനി ഈ ഒരു സിനിമ ജേണിയിൽ? ഈ കഴിഞ്ഞ റീസെന്റ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് PR-ന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതാണെന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഒപ്പീനിയനെ മോൾഡ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ചില സമയത്തൊക്കെ മേ ബി ഇറ്റ്സ് ഈവൻ പോസിബിൾ ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നിപ്പിക്കാനൊക്കെ PR-ന് പോസിബിൾ ആയിരിക്കണം. നമ്മളൊക്കെ അത്രയും സമയം നമ്മൾ ഫോണിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം PR സിനിമയിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രീസും PR ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ പവർഫുൾ മീഡിയം. അപ്പോൾ അത് പോസിബിൾ ആണ് ഡെഫിനറ്റ്ലി. ഇപ്പൊ ആ ഫേസിലായിരിക്കാം ചിലപ്പോൾ സിനിമയിൽ നിൽക്കുന്നത്. അത് മാത്രമൊന്നുമല്ല, പക്ഷെ അതൊരു സത്യമല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ശ്രുതിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ ഇസ് അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, എന്തായാലും അതിൻ്റെ ഒരു ഫേറ്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി PR ഇസ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് റോഷൻ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ആൾക്കാരിൽ എങ്ങനെയാണ് ഇത് എത്തിക്കേണ്ടത്, ഇറ്റ് ക്യാൻ ഡിസൈഡ്, ഇറ്റ് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക്. എന്തായാലും ഉയിർ മൂവി എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട ട്രെയിലർ എല്ലാവരെയും ആ രീതിയിൽ തന്നെ ആകർഷിക്കുന്ന ഒരു ട്രെയിലറാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളൊക്കെ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെ തന്നെ എല്ലാവരും ആഗ്രഹിക്കട്ടെ. അപ്പം ടീമിന് എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സ്നേഹ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.